നമസ്കാരം, എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. സൗദി അറേബ്യയിലും കനത്ത മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് നേരത്തെ തന്നെ മുന്നറിയിപ്പുണ്ടായിരുന്നു. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഓഗസ്റ്റ് 3 വരെ ഇടിയോടുകൂടിയ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നായിരുന്നു സൗദിയുടെ മുന്നറിയിപ്പ്. റിയാദിന്റെ വിവിധ ഭാഗങ്ങളിൽ ഇന്നലെ പെയ്ത മഴയിൽ കനത്ത നാശനഷ്ടം രേഖപ്പെടുത്തിയിരിക്കുകയാണ്. നിരവധി വാഹനങ്ങൾ വെള്ളത്തിൽ കുടുങ്ങി. അപ്രതീക്ഷിത മഴ റിയാദിലും ദമാമിലും പ്രതീക്ഷിക്കുന്നതായി സൗദി കാലാവസ്ഥാ വിഭാഗം മുന്നറിയിപ്പ് നൽകി. ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്നും അധികൃതർ നിർദ്ദേശിച്ചു. കനത്ത കാറ്റിനൊപ്പമാണ് ഇന്നലെ വൈകുന്നേരം റിയാദിൽ മഴയെത്തിയത്. റിയാദിലെ ദുർമയിൽ പെട്രോൾ പമ്പിന്റെ മേൽക്കൂരയടക്കം നിലം പൊത്തി. ഓരോ ഭാഗത്തും വ്യത്യസ്ത അളവിലാണ് മഴ പെയ്തത്. താഴ്ന്ന പ്രദേശങ്ങൾ പലതും കുത്തിയൊലിച്ചെത്തിയ മഴവെള്ളത്തിൽ താഴ്ന്നു. 1 മണിക്കൂറോളം നീണ്ട മഴയിൽ പല താഴ്വാരങ്ങളും നിറഞ്ഞു. താപനില 50 ഡിഗ്രിക്കരികെ വരെ എത്തിയ റിയാദിലും കിഴക്കൻ പ്രവിശ്യയിലെ ചില ഭാഗങ്ങൾക്കും മഴ ആശ്വാസമായി. വെള്ളിയാഴ്ചയോടെ താപനില വീണ്ടും 48-ന് മുകളിൽ എത്തിയേക്കാമെന്നും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചിരുന്നു. അസീർ, നജ്റാൻ, ജസാൻ, അൽബാഹ മുതലായ ഇടങ്ങളിൽ അതിശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്നായിരുന്നു കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ്. വെള്ളപ്പൊക്കത്തിന് ഇടയുള്ള ഇടങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കാനും അധികൃതർ നിർദ്ദേശം നൽകിയിരുന്നു. കൂടാതെ ഈ മേഖലകളിൽ മഴയെ തുടർന്നുള്ള വെള്ളപ്പൊക്കത്തിന്റെ കുത്തൊഴുക്കിനും സാധ്യതയുണ്ട്. സൗദി സിവിൽ ഡിഫൻസ് ആണ് ഇത് സംബന്ധിച്ച മുന്നറിയിപ്പ് നൽകിയത്. റിയാദ്, ഷർഖിയ, ഖാസിം, ഹൈൽ മുതലായ ഇടങ്ങളിലും മഴയ്ക്ക് സാധ്യതയുണ്ട്. മഴ കൂടുതലായി ഉണ്ടാകുവാൻ സാധ്യതയുള്ള സ്ഥലങ്ങളിൽ നിന്ന് മാറി നിൽക്കണമെന്നും വിവിധ മാധ്യമങ്ങളിലൂടെയും സോഷ്യൽ നെറ്റ്വർക്കിംഗ് സൈറ്റുകളിലൂടെയും സിവിൽ ഡിഫൻസ് നൽകുന്ന സുരക്ഷാ നിർദ്ദേശങ്ങൾ പാലിക്കണമെന്നും വക്താവ് കേണൽ മുഹമ്മദ് അൽ ഹമദി ആവശ്യപ്പെട്ടിരുന്നു. അതുപോലെ സൗദി ജിസാനിൽ ഇടിമിന്നലേറ്റ് 27-കാരി മരണപ്പെട്ടതായുള്ള വാർത്തയും പുറത്തു വന്നിരുന്നു. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും.